നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലാക്ക് സ്ക്രീൻ വരാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു സൈലൻസ് വരാറുണ്ടോ? ഇതാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വെൽക്കം ടു ക്യാപ്കട്ട് ട്യൂട്ടോറിയൽ പാർട്ട് 32. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് എഡിറ്റേഴ്സ് പ്രൊഫഷണൽ ലെവലിൽ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്. പക്ഷേ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. ഇമാജിൻ നിങ്ങളൊരു യൂട്യൂബ് കണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻ്റർവ്യൂ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു വ്യക്തി പറയുന്നൊരു കാര്യം, ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞു. ആ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആ ഭാഗത്തൊരു ബ്ലാക്ക് സ്ക്രീൻ അല്ലെങ്കിൽ ആ പോർഷൻ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്നു. ഇതൊരു മിസ്റ്റേക്കാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും തോന്നുന്നൊരു കാര്യം, വീക്കായിട്ടുള്ള ഒരു എഡിറ്ററാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീൽ ഇല്ല. ഇനി അതും അല്ലെങ്കിൽ ആ കാണുന്ന വീഡിയോയുടെ ഫ്ലോ അങ്ങ് പോയി. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു ഈ വീഡിയോ കാണുന്നൊരു വ്യക്തി ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രൊഫഷണൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫ്ലാഷി ആയിട്ടുള്ള എഫക്ട്സ് അല്ല. എഡിറ്റിങ്ങിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ക്ലീൻ ആയിട്ടുള്ളൊരു ടൈം ലൈൻ, പിന്നെ സ്മൂത്ത് ഫ്ലോ, അതുപോലെ ടൈറ്റ് ഫേസിങ്. ഹോളിവുഡ് മൂവീസിൽ അതിൻ്റെ അഡ്രിനാലിൻ റഷ് തരുന്ന സമയത്തൊക്കെ ടൈറ്റ് ആയിട്ടുള്ള കട്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ യൂട്യൂബ് വ്ളോഗേഴ്സൊക്കെ ഒരിക്കലും ഒരു ഡെഡ് എയർ, അതായത് ഇടയിലൊരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് അവർ വെറുതെ വിട്ടുകളയില്ല. കാരണം ആ ഒരു സെക്കൻഡ് മതി വ്യൂവേഴ്സിൻ്റെ മൈൻഡ് മാറാനും അവർ ആ വീഡിയോയിൽ നിന്ന് മാറിപ്പോവാനും. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. 2 ക്ലിപ്പുകളുടെ ഇടയിലുള്ള എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓഡിയോയിൽ സൈലൻസ് ആയിട്ടുള്ള ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാതെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഗ്യാപ്പായിരിക്കും കാണുന്ന വ്യക്തികൾക്ക്. ബ്ലാക്ക് ആയിട്ട് ഒന്നുമില്ലാത്തൊരു ഫ്രെയിം, അതുപോലെ നമ്മളൊരു ഒരു എഫക്റ്റ് ഒരു വീഡിയോയും ആഡ് ചെയ്യാത്തൊരു ഫ്രെയിം എഡിറ്റിങ്ങിൽ കാണുന്നതും ഇതുപോലൊരു ബ്ലാങ്ക് സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഉണ്ടാവുന്നത്? അതിന് കാരണമായിട്ടുള്ളത് ഒന്ന്, ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 2 ക്ലിപ്പുകളും തമ്മിൽ ഡ്രാഗ് ചെയ്ത് മാച്ച് ചെയ്ത് വെക്കാതിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതുപോലെ ഓഡിയോയിൽ നോയ്സിനെ റിമൂവ് ചെയ്ത് സൈലൻസ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാതിരുന്നാലും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. വീഡിയോസ് ട്രിം ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ഏതെങ്കിലും ഒരു പോർഷനിൽ നമുക്ക് എപ്പോഴെങ്കിലും മിസ്സായി പോകുമ്പോൾ അപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ഗ്യാപ്പ്, മൈന്യൂട്ട് ഗ്യാപ്പ് പോലും നമുക്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ചെയ്യാവുന്ന ഒരു മെത്തേഡ് പറയുന്നത്, നമ്മുടെ ടൈം ലൈനിൽ എപ്പോഴും നമ്മൾ സൂം ചെയ്ത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഇനി മൊബൈലിലും വിൻഡോസിലും ക്യാപ് കട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം നമുക്ക് നോക്കാം. മൊബൈലിലാണെങ്കിൽ നമ്മളെപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ലൈൻ വ്യക്തമായിട്ട് സൂം ചെയ്ത് നോക്കുക. അതിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പോർഷൻ്റെ ഒരു 3.3 സെക്കൻഡ് ഗ്യാപ്പെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം നമ്മൾ ഒഴിവാക്കി കളയാം. അതിനെ മൊബൈലിലായതുകൊണ്ട് നമുക്ക് ഒറ്റ മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇത് ഡ്രാഗ് ചെയ്ത് പക്കയായിട്ട് ആ ക്ലിപ്പിനോട് ചേർത്ത് വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി വിൻഡോസിലാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇവിടെ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഈ ടൂള് നമുക്ക് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാതെ നോക്കാം. അതെവിടെ, അത് മെയിൻ ട്രാക്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനി അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിനിടയിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്യാപ്പ് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതിനെ നമ്മൾ റിപ്പിൾ ഡിലീറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ആഫ്റ്റർ എഫക്റ്റിലോ അല്ലെങ്കിൽ പ്രീമിയർ പ്രോയിലൊക്കെയാണ് ഇതിൽ റിപ്പിൾ ഡിലീറ്റ് എന്ന് നമുക്ക് വിളിക്കാം. പക്ഷേ ഇവിടെ അങ്ങനൊരു ഓപ്ഷൻ ആ പേരല്ല കൊടുത്തിരിക്കുന്നത്. ഇങ്ങനൊരു റിമൂവ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഗ്യാപ്പ് പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ടൈം ലൈനിലുള്ള എല്ലാ ഗ്യാപ്പും വേണമെങ്കിൽ ആ പർട്ടിക്കുലർ ടൈം ലൈനിലുള്ള എല്ലാ ഗ്യാപ്പും നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. പ്രൊഫഷണൽ ടൈം ലൈനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് നോ ബ്ലാക്ക് ഫ്രെയിം, അതായത് ഇതുപോലുള്ള ബ്ലാങ്ക് ആയിട്ട് ഫ്രെയിമിൽ ഒരു ടൈം ലൈനിൽ ഇൻ ബിറ്റ്വീൻ വീഡിയോസിൻ്റെ ഇടയിലൊന്നും നമ്മൾ ഇടാതിരിക്കുക. അടുത്തത് നോ സൈലൻസ്, അതായത് നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഈ സൈലൻസിന് അത്ര ഇമ്പോർട്ടൻസ്, പക്ഷേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് മൂവീസ് അല്ലാണ്ട്. പക്ഷേ അതല്ലാതെ നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ ഇതുപോലെ സൈലൻ്റ് ആയിട്ടൊരു പോർഷൻ പരമാവധി ഇടാതിരിക്കുക. മൂന്നാമത്തെ കാര്യം ടൈറ്റ് ഫേസിങ്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ ടൈം ലൈൻ ഇങ്ങനെ കാണുന്നവർക്ക് പോലും ഇഷ്ടം തോന്നുന്ന രീതിയിൽ ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രൊഫഷണൽ ലെവലിലേക്ക് നമ്മുടെ എഡിറ്റിംഗ് മാറ്റാനുള്ളൊരു ഓപ്ഷനാണ് ഇതൊക്കെ. ബിഗിനേഴ്സ് ആകുമ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കാണുന്നതിനിടയ്ക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു 0.5, 0.3 പോലുള്ള ഗ്യാപ്പുകൾ വന്നാൽ പോലും അവർ അത് ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ അവരല്ലാതെ ഇത് കാണുമ്പോൾ പലപ്പോഴും ഈ ഒരു ഗ്യാപ്പ് പോലും അവരെ ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മുടെ എഡിറ്റിങ്ങിനെ അവർ അങ്ങനെയായിരിക്കും വിലയിരുത്തുക. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ട് നമ്മളെല്ലാവരും ഫൈനൽ എഡിറ്റിംഗ് കഴിഞ്ഞാലും ഇങ്ങനൊരു ഗ്യാപ്പ്, ഇങ്ങനൊരു പോർഷൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഒരു ബ്ലാങ്ക് ഫ്രെയിമോ അല്ലെങ്കിൽ
ഡെഡ് എയർ ആയിട്ടൊരു സൗണ്ടും ഇല്ലാതെ വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇടുന്നൊരു വോയിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി അതെല്ലാം ക്ലിയർ ചെയ്യുക. അതിന് ഏറ്റവും നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡ് സൂമിംഗ് ആണ്. ഈ സൂം ചെയ്ത് ടൈം ലൈൻ സൂം ചെയ്ത് നല്ലോണം ഒബ്സർവ് ചെയ്ത് വേണം നമ്മളെല്ലാവരും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. നാളെ നമുക്ക് അഡ്വാൻസ് കട്ടിങ് ടെക്നിക്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.